ഇജാതി ആർത്തുങ്ങൾ എവിടെയെങ്കിലും കണ്ടാണ് ആർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇത് വേറൊരു ടൈപ്പ് സാധനം. ഇതിന്റെ പുറകിലൊരു മലയാളിയുടെ കൈയുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഇല്ലാതില്ല. ഞാനിവിടെ എത്തിയപ്പോൾ മുതൽ ഇതിനെ റെപ്രസെന്റ് ചെയ്തിട്ട് നിൽക്കുന്ന ഒരു അവൻ ഇതിനെക്കുറിച്ച് കുറേ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. എന്തായാലും ഇതിന് ഞാനിട്ട പേരാണ് കൃഷിക്കാർ. സംതിങ് വിന്റേജ് കാർ ഓർ സംതിങ്. They mean like something vintage car. Yeah, it's Pongolo means. Pongolo. Yes, Pongolo means usually. കാറിന്റെ തൊട്ടടുത്തുള്ള LED-കളും കേബിളും ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് തോന്നണം എന്താ വെച്ചാൽ ഇത് രാത്രിക്കുള്ള പരിപാടിയാണ്. ഇവിടെ എന്തോ ഇതെന്ന് തോന്നുന്നുണ്ട്. ഇത് എനിക്ക് തോന്നുന്നത് നൈറ്റ് ലേസർ എന്തോ സംഭവമാണ്. അതിൻ്റെ അടുത്ത് പോയാലേ സംഭവം മനസ്സിലാവുള്ളൂ. ഐ തിങ്ക് അതായിരിക്കും കേട്ടോ. എന്തെങ്കിലും ലേസർ പരിപാടി എന്തെങ്കിലും ഉണ്ടാകുമായിരിക്കും. ഇപ്പോൾ കണ്ട ആ കാർ ഞാൻ അബുദാബി ആർട്ടിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കത് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നിയത്. ഇനിയും പോയോ അണ്ടർപാസ് കുറേ കാണുന്നത്. അണ്ടർപാസ് കാണുമ്പോൾ എനിക്കിങ്ങനെ കൊതിയാവും അപ്പുറത്തേക്ക് പോകാൻ. കാരണം അപ്പുറത്ത് എന്തൊക്കെയോ ഉണ്ട്. പിന്നെ ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തത് പിന്നെ കോർണിഷിൻ്റെ ഭാഗത്ത് ഉണ്ടാവുമായിരിക്കും എന്ന് കരുതിയിട്ടോ. കോർണിഷിൻ്റെ ഭാഗത്ത് എന്തൊക്കെ ഉണ്ടെന്ന് കാണാൻ എനിക്ക് തോന്നുന്നു. അപ്പുറത്ത് എന്തൊക്കെയോ വെറൈറ്റി സംഭവങ്ങളുണ്ട്. പിന്നെ എന്തായാലും ഫസ്റ്റ് നമ്മളെന്തോ പ്ലാൻ ചെയ്തത് അതന്നെ ആദ്യം കണ്ടിന്യൂ ചെയ്യാന്നിരുന്നു. ഈ ബീച്ചിൻ്റെ തൊട്ട സൈഡിലുള്ള എന്തൊക്കെയുണ്ട് ഇതൊക്കെയാണ് ഞാനിപ്പോൾ കവർ ചെയ്യണത്. ഇത് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോകാം. ഇവിടെ ഉള്ളത് ആദ്യം കവർ ചെയ്ത് കഴിയാം. ഞാനിപ്പോൾ ഏകദേശം ഇവിടെ വരെ നടന്നെത്തി. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ടൊന്നും ഒരു ആടൊന്നും കാണുന്നില്ല. മറ്റേതൊരു വലിയ ആട് എന്തെങ്കിലുമൊക്കെ കാണും നമ്മൾ നടന്നു വരുമ്പോൾ നമുക്കൊരു അടയാളത്തിന് വേണ്ടിയിട്ട്. ഐ തിങ്ക് ഇവിടെ ഇപ്പോൾ ഒരു അണ്ടർപാസ് ഉണ്ട്. ഇത് കടന്നിട്ട് അപ്പുറത്തേക്ക് കടക്കാം. അതായിരിക്കും ബുദ്ധി. തോന്നുന്നു ഇനി അങ്ങോട്ടേക്ക് നടക്കുന്നത് ബുദ്ധിയല്ല. കാരണം അവിടെ ആട് കാണാത്തതുകൊണ്ട്, മുകളിലേക്ക് ആട് കാണാത്തതുകൊണ്ട് മിക്കവാറും അവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല. ഉണ്ടോയെന്ന് അറിയില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. നമുക്ക് അത് പിന്നെ ഒരു പ്രാവശ്യം നമുക്കൊന്ന് പോയിട്ട് അത് കവർ ചെയ്യാം. പോയിരിക്കും ഞാൻ എന്തായാലും. ഇനി നമുക്ക് ഈ അണ്ടർപാസ് കടന്നിട്ട് നമുക്കപ്പുറം കിടക്കാം. അങ്ങനെ നടന്ന് നമ്മൾ കാലിതീയെത്തി. ഇതാണ് നമ്മുടെ അണ്ടർപാസിൻ്റെ ഏരിയ. നമ്മളിത് കടന്നിട്ട് വേണം താഴത്തേക്ക് പോകാൻ. എന്ത് മനോഹരമല്ല ഇതിൻ്റെ ബ്യൂട്ടി. ഈ അണ്ടർപാസ് കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് പോകുന്നത്. ഇത് ഓൾറെഡി മുന്നേ ഉള്ള ആർട്ടായിരിക്കും. കാരണം അണ്ടർപാസിലൊക്കെ മുന്നേ ആർട്ടുകളുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ലെഫ്റ്റ് പിടിക്കാം. റൈറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് അപ്പുറത്തേക്കായിരിക്കും എത്തുക. നമുക്ക് ലെഫ്റ്റിലേക്കാണ് പോകുള്ളത്. ലെഫ്റ്റ് തിരിഞ്ഞിട്ട് വേണം നമുക്ക് കടന്ന് ചെല്ലാൻ. ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് അവനോട് ചോദിച്ചാൽ മതിയായിരുന്നു ഇനി അങ്ങോട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. പിന്നെ ഞാൻ കുറേ അങ്ങോട്ട് നടന്നു പോകുകയും ചെയ്തില്ലേ. ഇനി ഇവിടെ എന്തൊക്കെയുണ്ട് എന്നാവും. പോയൊക്കെ ഞാൻ സ്റ്റെപ്പ് കയറിയിട്ടില്ല. ഞാനിങ്ങനെ ഈ സ്ലോപ്പായ സ്ഥലത്തൂടെയാണ് കയറി പോണത്. അപ്പോൾ നമ്മൾ റോഡ് മുറിച്ചിട്ട് ഇങ്ങോട്ട് കടന്നിട്ടോ. ഇനി നമുക്ക് അങ്ങോട്ട് നടന്നിട്ട് പോവാം. ഇതിലങ്ങോട്ട് കടന്നിട്ട് നമുക്ക് ഈ പാർക്കിംഗ് വഴി ഇതിലെങ്ങനെ പോയി നോക്കാം. ഇവിടെ എന്തൊക്കെയുണ്ട്. ഇവിടെ ആർട്ടുണ്ടോയെന്ന് അറിയില്ല. കാരണം ഇവിടെ ആർട്ടിൻ്റെ ഒരു തെളിവ് പോലുമില്ല. ഈ സൈഡിൽ ഇതൊക്കെ പാർക്കാണ്. പക്ഷേ എനിക്ക് ഈ ഭാഗത്തൊന്നും ഒരു സൂചന പോലും എനിക്ക് കാണുന്നില്ല. മറ്റേ ഇവിടെ ആർട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു സൂചന ഉണ്ടാവും. അതൊന്നുമില്ല. നമ്മൾ ഈ സൈഡ് വഴി നടന്നു നോക്കാം. നടക്കുമ്പോൾ കാണാൻ പറ്റും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സൂചന കാണിക്കും. ഇവിടെ കറങ്ങാൻ വരുന്ന ആളുകളുണ്ട്, ഓടാൻ വരുന്ന ആളുകളുണ്ട്. അത് നട്ടിച്ചു. ഇതിങ്ങനെ കുറേ നടക്കാനുണ്ടോ. ഇവിടെ ഈ ഭാഗത്തൊക്കെ ഒന്ന് കയറി നോക്കാം. ചിലപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിലോ. ബിരിയാണി കൊടുത്താലോ നമ്മളറിയാതെ. ലെറ്റ്സ് ചെക്ക്. ഇല്ലട്ടാ, ഇവിടെയും ആർട്ടിൻ്റെ ഒന്നും കാണാനില്ല. നമ്മൾ കുറേ ഇങ്ങോട്ട് നടന്ന് പോന്നു. ഐ തിങ്ക് ഇവിടെ കുറേ ഫാമിലീസ് ഉണ്ട്. മറ്റേ
അവരുടെ ഗ്യാതറിങ് പരമായിട്ട് അവരിങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫാമിലി ഇല്ലാത്തതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നതായിരിക്കും ബുദ്ധി. എന്തായാലും വന്നല്ലോ, ഇവിടെ ഒരു പാലമുണ്ട്. പാലം കയറിയിട്ട് പോവാം. കാരണം ഈ പാലം കൊള്ളാലോ. അങ്ങനൊരു പാലം ഭംഗിയുണ്ടല്ലോ, ഭംഗിയുണ്ട്. എന്തോ സംഭവം കേട്ടോ. ഇത്രയൊക്കെ വന്നിട്ടും ആർട്ടിൻ്റെ ഒരു സംഭവമൊന്നും ഞാൻ ഇവിടെ കാണില്ല. ഷോ അപ്പുറത്താണ് നമ്മളെ കാറുള്ളത്. നമ്മളിങ്ങോട്ട് കുറേ എത്തി. ഷോ ഈ ബിൽഡിങ്ങിൻ്റെ താഴത്തെത്തില്ലേ. അയ്യോ ആ വലിയ മുതലാളി ഒരു സൂചന നൽകിയിട്ടുണ്ട്. കിടക്കണ ഒരു സൂചന ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടാവും. നമുക്ക് ചോദിച്ച് നോക്കി പോകാം. ഓക്കെ ഗൈസ്, ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ഒരു പാർക്കിൻ്റെ മാപ്പൊക്കെ കാണാം. ഇതിലിപ്പോൾ എന്തായാലും നമ്മുടെ ആർട്ടിൻ്റെ അതിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അവിടെ ഒരു തോണി കാണുന്നുണ്ട്. വാട്ട്സ് ദാറ്റ്? പോയേക്കാലോ തോണി.